പറവൂർ സബ് കോടതിയിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. കോടതി നടപടികൾ നിർത്തിവച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. നിരവധി കേസുകൾ ദിനംപ്രതി കൈകാര്യം ചെയ്യുന്ന പറവൂരിലെ 6 കോടതികളാണ് ഇപ്പോൾ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നത്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. ഇമെയിലിൻ്റെ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ല. അതിനപ്പുറം ആശങ്കാജനകമായ മറ്റൊരു വസ്തുത, കോടതികളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന, 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ അഡീഷണൽ കോടതിയിൽ ഉൾപ്പെടെ ചെറിയ രക്തസ്പോട്ടുകൾ, രക്തസാമ്പിളുകൾ കണ്ടിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? നേരത്തെയുമൊക്കെ ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു, പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്. പക്ഷേ പിന്നീട് പരിശോധനയിലൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്താണ് ഈ കോടതിയിലെ കാര്യം? എന്താണ് പരിശോധന, എങ്ങനെയാണ് നടക്കുന്നത് ആൻമരിയ? ആലുവ റൂറൽ എസ് പിയുടെയും മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് പറവൂർ സബ് കോടതി പരിസരങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ഈ പരിശോധനയിൽ ആദ്യം റൂറൽ എസ് പിയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതും നമ്മൾ അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നതും അനുസരിച്ചാണ് എങ്കിൽ നിലവിൽ ഈ ഭാഗത്തു നിന്നും ഒന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. അത് പ്രകാരമുള്ള ഒന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ആലുവ റൂറൽ എസ് പി പറയുന്നത്. ഈ ഭീഷണി സന്ദേശം എവിടെ നിന്നാണ് വന്നത്, ആരാണ് അയച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരശേഖരണം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് പറവൂർ സബ് കോടതിയിലേക്ക് ഇമെയിൽ മുഖാന്തരം ബോംബ് ഭീഷണിയുടെ ഒരു സന്ദേശം എത്തുന്നത്. അതിനെ തുടർന്ന് തന്നെ പോലീസിന്റെയും പറവൂർ പോലീസിന്റെയും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള വലിയ പരിശോധന ആദ്യഘട്ടത്തിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ കോടതി 2 കോടതികളിൽ നിന്നും ഈ അഭിഭാഷകരെയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളെയും എല്ലാം പുറത്തേക്ക് മാറ്റി കോടതികളുടെ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. എന്തായാലും ഈ ഭീഷണി സന്ദേശം അത് വ്യാജമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് ഈ വന്നതിന്റെ ഉറവിടം മുടക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ എന്തായാലും പരിശോധിച്ചു വരികയാണ്. അറിയിച്ചത് ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.